Good morning. Okay. Okay, Nisha, Donna, Lindsay, Nathan, good morning. തുടങ്ങാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇന്നലെ നമ്മള് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? നമ്മള് പബ്ലിക് റിലേഷൻസ് ഇൻ ഹോസ്പിറ്റലാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പ്ലീസ് നോൺ ആസ് ദ ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ. പബ്ലിക് റിലേഷന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ആരാണ്? ആരാണ്? ഒന്ന് പറഞ്ഞേ. ഫാദർ ഓഫ് പബ്ലിക്. ഓക്കെ, വെരി ഗുഡ്. ശരണ്യ പറഞ്ഞു എഡ്വേർഡ് അല്ലെ? എഡ്വേർഡ് ബെർണേസ് ആണ്. ഓക്കെ, അഫ്സാന, ഡോണ കറക്റ്റ് ആണ് കേട്ടോ. എഡ്വേർഡ് ബെർണേസ് ആണ് ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഫസ്റ്റ് ബുക്ക്, അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ബുക്കിന്റെ പേരെന്താണ്? ഫസ്റ്റ് ബുക്ക് ഇൻ പബ്ലിക് റിലേഷൻസ്. ആ പുസ്തകത്തിന്റെ പേരെന്താണ്? പറഞ്ഞോളൂ കേട്ടോ, ടൈപ്പ് ചെയ്യണമെന്നില്ല, പറഞ്ഞാ മതി. എന്താണ്? പബ്ലിക് റിലേഷനെ പറ്റിയിട്ടുള്ള ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ് ശരണ്യ. ക്രിസ്റ്റലൈസിങ് പബ്ലിക് ഒപ്പീനിയൻ അല്ലെ? അതാണ് ഫസ്റ്റ് ബുക്ക് കേട്ടോ. അദ്ദേഹത്തിന്റെ പബ്ലിക് റിലേഷനെ സംബന്ധിക്കുന്ന ആദ്യത്തെ ബുക്ക് ഏതാണ്? ക്രിസ്റ്റലൈസിങ് പബ്ലിക് ഒപ്പീനിയൻ. ഓക്കെ, അപ്പൊ പിന്നെ നമ്മൾ കണ്ട കാര്യങ്ങൾ എന്തായിരുന്നു? രണ്ട് ഡെഫിനിഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? പബ്ലിക് റിലേഷനെ സംബന്ധിക്കുന്ന രണ്ട് ഡെഫിനേഷൻസ് നമ്മൾ കണ്ടു. പിന്നെ പബ്ലിക് റിലേഷന്റെ ആവശ്യകത എന്താണ് അല്ലെ? പബ്ലിക് റിലേഷന്റെ ആവശ്യകത എന്താണ്? അതുപോലെ തന്നെ പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനായിട്ട് രണ്ട് മെത്തേഡുകൾ നമ്മൾ പഠിച്ചു. ഇതൊക്കെയാണ് രണ്ട് മെത്തേഡുകൾ. ഒന്ന് ഓപ്പറേറ്റീവ് മെത്തേഡും രണ്ട് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സും ആണ്. ഓക്കെ, ഓപ്പറേറ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നല്ല പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പബ്ലിക് റിലേഷനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ പറഞ്ഞു ജോയ്ഫുൾ ആൻഡ് പൊളൈറ്റ് ബിഹേവിയർ, ക്വിക്ക് ആൻഡ് എഫിഷ്യന്റ് ട്രീറ്റ്മെന്റ്, വെൽ അപ്പിയറൻസ് ഓഫ് ദ വർക്കേഴ്സ്, അതൊക്കെ എന്തിനു വരുന്നതാണ്? ഓപ്പറേറ്റീവ് മെത്തേഡ്സിനകത്ത് വരുന്നതാണ്. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞത് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സ് ആണ്. അതായത് ഒരു ഹോസ്പിറ്റലിന് അവരുടെ മെസ്സേജസുകൾ പബ്ലിക്കിലേക്ക് കൺവേ ചെയ്യാനായിട്ട് സാധ്യമായിട്ടുള്ള എല്ലാ ആശയവിനിമയ മാർഗങ്ങളും ഉപയോഗിക്കുന്ന രീതി ആണ് ഇത് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്. കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് ഏതൊക്കെ രീതിയിൽ നമുക്ക് പബ്ലിക്കായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അല്ലെ? നമ്മൾ പറഞ്ഞിരുന്നു ഓപ്പൺ ഡേ ബോക്സുകള്, അതുപോലെ തന്നെ എന്താണ് ഹോസ്പിറ്റൽ ബ്രോഷറുകള്, പിന്നെ മാസ് മീഡിയ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അല്ലെ? എക്സിബിഷൻസ്, ഫിലിം ഷോസ് അല്ലെ? ഇതൊക്കെ എന്താണ്? പല രീതിയിൽ നമ്മൾ പബ്ലിക്കായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഹോസ്പിറ്റൽ എന്ത് ചെയ്യുന്നുണ്ട്? പബ്ലിക്കായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മെത്തേഡുകൾ നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയോ? ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ ആണോ ഇത്രയും ഭാഗങ്ങള്? ഓക്കെ ആണ്. ശരി, അപ്പൊ നമുക്കിനി ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കാം. ഓൾമ്യൂട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മള് ഫസ്റ്റത്തെ ബോക്സ് നിങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ ഫോളോയിങ് വേസ്. താഴെ പറയുന്ന രീതികളിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ മെത്തേഡുകൾ ഉപയോഗപ്പെടുത്താം എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞ ആ പോയിന്റുകളില് അത് തന്നെയാണ് ഇവിടെ ബോക്സുകളിലായിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ പറഞ്ഞു പ്രൊവൈഡിങ് അപ്രോപ്രിയേറ്റ് ഇൻഫർമേഷൻ ടു പേഷ്യൻസ്, ദെയർ റിലേറ്റീവ്സ് ആൻഡ് വിസിറ്റേഴ്സ് അല്ലെ? ഈ പറയുന്ന പേഷ്യന്റിന്റെ ബന്ധുക്കള്, പേഷ്യൻസിനോടും അവിടെ വരുന്ന നോക്കുന്ന സന്ദർശകര്, അതുപോലെ അവരുടെ റിലേറ്റീവ്സിനൊക്കെ ആവശ്യമായിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള വിവരങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. ആ രീതിയിലുള്ളതാണ് ഹോസ്പിറ്റല് പബ്ലിക്കായിട്ട് കമ്മ്യൂണിക്കേഷൻ വരുന്നത് അല്ലെ? അപ്പൊ നമ്മൾ പറഞ്ഞ സാധാരണ എൻക്വയറി ഡിപ്പാർട്ട്മെന്റിലോട്ട് അല്ലെങ്കിൽ രജിസ്ട്രേഷനിലോട്ടൊക്കെ വരുമ്പോഴാണ് ആളുകൾ കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കുന്നത്. ആ സമയത്ത് അനുയോജ്യമായിട്ടുള്ള വിവരങ്ങൾ അവർക്ക് കൊടുക്കുക. അതുപോലെ തന്നെ പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അല്ലെ? ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് പേഷ്യന്റ് വിവരങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വ്യക്തിയാണ് അവരുടെ ഡോക്ടർ തന്നെയാണ് അല്ലെ? അല്ലെങ്കിൽ ഡോക്ടർക്കാണ് അവരുടെ ചികിത്സയെ പറ്റിയിട്ട് കൂടുതൽ അറിയാൻ സാധിക്കുന്നത്. അദ്ദേഹമാണ് പേഷ്യന്റിന്റെ ഡിസ്ചാർജ് സമയത്ത് അവർക്ക് വേണ്ട വിവരങ്ങൾ കൊടുക്കേണ്ടത്. ഓക്കെ,
ഇത് അതിന് വേറെ പോയിന്റുകളൊന്നുമില്ല, ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഇനി അടുത്തത് കേട്ടോ, രണ്ടാമത്തെ ബോക്സ് നമുക്ക് നോക്കാം. An open house approach to the visitors without interfering in the routine medical care functions. എന്താണ് പറയുന്നത്? An open house approach to the visitors without interfering in the routine medical care functions. അതായത് ഒരു ഓപ്പൺ ഡേ ഹൗസ് അപ്രോച്ച് വേണമെങ്കിൽ നമുക്ക് നടപ്പിലാക്കാവുന്നതാണ്. ഇന്നലെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ മെത്തേഡിൽ പറഞ്ഞതാണ് ഓപ്പൺ ഡേ ഹൗസുകൾ കണ്ടക്ട് ചെയ്യുക. ഓപ്പൺ ഡേ ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെ പറ്റിയിട്ട് നേരിട്ട് ആളുകൾക്ക്, പബ്ലിക്കിന് നേരിട്ട് വന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരം, ഒരു പ്ലാറ്റ്ഫോം അവർക്ക് ഒരുക്കി കൊടുക്കുക അല്ലെ. പ്രത്യേകിച്ച് ഒരു ഹോസ്പിറ്റലിലെ ആനുവൽ ഡേ ഒക്കെ നടക്കുമ്പോൾ ഒരു ഓപ്പൺ ഡേ ഹൗസ് നമുക്ക് കണ്ടക്ട് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ പൊതുജനങ്ങൾക്ക് ആ ഒരു ഹോസ്പിറ്റലിലോട്ട് വരുവാനും അവിടുത്തെ സേവനങ്ങള്, അതുപോലെ തന്നെ അവിടെയുള്ള സൗകര്യങ്ങളെ പറ്റിയിട്ട് അവർക്ക് നേരിട്ട് മനസ്സിലാക്കാനായിട്ടുള്ള അവസരം ലഭിക്കും. എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിനെ പബ്ലിക്കായിട്ടും പബ്ലിക്കിനും ഹോസ്പിറ്റലുമായിട്ടും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇത്തരത്തിലുള്ള ഓപ്പൺ ഡേ ഹൗസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇതിന് പറയുന്നത് അങ്ങനെ ഒരു ഓപ്പൺ ഡേ ഹൗസ് കണ്ടക്ട് ചെയ്യാം. പ്രത്യേകം പറയുന്നത് വിത്തൗട്ട് ഇന്റർഫിയറിംഗ് ഇൻ ദ റൂട്ടീൻ മെഡിക്കൽ കെയർ ഫംഗ്ഷൻ. അതായത് ഹോസ്പിറ്റലിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക്, അവിടുത്തെ മെഡിക്കൽ പരിചരണങ്ങൾക്ക് തടസ്സം വരുത്താൻ. ഓക്കെ ദേവിക, ഗുഡ് മോർണിംഗ്. അതായത് ഒരു എന്താണ് ഹോസ്പിറ്റലിലെ റൂട്ടീൻ ആയിട്ടുള്ള ദൈനംദിന മെഡിക്കൽ പരിചരണങ്ങൾക്ക് തടസ്സം വരാത്ത രീതിയിൽ, അവരുടെ ഫംഗ്ഷൻസിന് ഒരിക്കലും ഒരു ഇന്റർഫറൻസ് വരാത്ത രീതിയിൽ എന്ത് നടത്താം? ഒരു ഓപ്പൺ ഡേ ഹൗസ് അപ്രോച്ച് വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം. അതും ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡാണ് അല്ലെ. അപ്പൊ നോക്കാം, large number of visitors to patients cannot be avoided in our peculiar socio-cultural ethos. ശരിയാണ് അല്ലെ. നമ്മുടെ ഒരു കൾച്ചർ അനുസരിച്ച് നമുക്കൊരിക്കലും പേഷ്യന്റിനെ കാണാൻ വരുന്ന സന്ദർശകരെ നമുക്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റില്ല. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ അല്ലെ. നമ്മുടെ അയൽബന്ധുക്കളൊക്കെ എന്തെങ്കിലും അസുഖം വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് അവരെ കാണാൻ പോകും അല്ലെ. ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ അവരെ പൊതുവെ കാണാൻ പോകാറുണ്ട്. നമ്മുടെ ഒരു കൾച്ചറിന്റെ ഒരു ഭാഗമാണ് അല്ലെ. അപ്പൊ എപ്പോഴും നമ്മൾ പേഷ്യന്റിനെ കാണാൻ വിസിറ്റേഴ്സ് വരുമ്പോൾ അവരെ അവോയ്ഡ് ചെയ്യാന്നുള്ളത് നമ്മുടെ കൾച്ചറിൽ നമുക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് പരമാവധി വിസിറ്റേഴ്സിനെ ഒഴിവാക്കാനുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം ഇൻഫെക്ഷൻസ് വരാൻ കൂടുതലാണ്, അവർക്ക് ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. പക്ഷെ നമ്മൾ പൊതുവെ അങ്ങനെ ചെയ്യാറില്ല. നമ്മൾ എപ്പോഴും ഹോസ്പിറ്റലിലാണെന്ന് അറിയുമ്പോൾ അവിടെ പോയി കാണാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഓക്കെ ഓക്കെ അപ്പൊ അങ്ങനെയുള്ളതിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഇവര് പറയുന്നത് the queries of relatives and visitors can be satisfied if a doctor or senior nurse conversant with the ward is made available in the ward during the visiting hours for this purpose. For this purpose. Queries എന്ന് പറഞ്ഞാൽ എന്താണ്? അന്വേഷണങ്ങളാണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പേഷ്യന്റിനെ സംബന്ധിച്ച് അവരുടെ റിലേറ്റീവ്സിന് അല്ലെങ്കിൽ മറ്റുള്ള വിസിറ്റേഴ്സിന് ഈ പേഷ്യൻസിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ പേഷ്യന്റിന്റെ ആരോഗ്യ വിവരങ്ങൾ തിരക്കുന്ന സമയത്ത് അതിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ പറയുന്നതിനായിട്ട് ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു സീനിയർ നഴ്സ് വാർഡിന് അവൈലബിൾ ആവുന്നത് നല്ലതായിരിക്കും അല്ലെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് പേഷ്യന്റിനെ പറ്റിയുള്ള ആരോഗ്യ വിവരങ്ങളെ പറ്റി അറിയേണ്ട ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അവര് ചോദിക്കുമ്പോൾ അവരുടെ അന്വേഷണങ്ങൾക്ക് ഉത്തരം പറയുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു സീനിയർ നഴ്സോ ആ ഒരു എന്താണ് വിസിറ്റിംഗ് സമയത്ത് അവിടെ ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ എന്താണ് അവർക്ക് നേരിട്ട് പേഷ്യന്റിനെ പറ്റിയുള്ള വിവരങ്ങൾ നേരിട്ട് ചോദിക്കാൻ, കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാം അല്ലെ. അപ്പോ അതാണ് അവിടെ പറയുന്നത്. പോയിന്റും കാര്യങ്ങളൊന്നും ഇല്ല, ജസ്റ്റ് പറയുന്നത് മാത്രം. ഡോക്ടർ ഓർ സീനിയർ നഴ്സ് കോൺവെർസൻ വിത്ത് ദ വാർഡ് ഈസ് മെയ്ഡ് അവൈലബിൾ ഇൻ ദ വാർഡ് during the visiting hours for this purpose. Okay. പിന്നെ എന്താണ് പറയുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് റൗണ്ട്സ് ബൈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അറ്റ് ഡിഫറെന്റ് ലെവൽസ്. അതുകൂടാതെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ഇടയ്ക്കൊരു വിസിറ്റിംഗ് ഒക്കെ നടത്താം, പേഷ്യൻസിന്റെ ഇടയിൽ റൗണ്ട്സ് ഒക്കെ നടത്താം. ഇതിന് വേണ്ടിയിട്ടാണ് അതായത് പേഷ്യൻസുമായിട്ട് നേരിട്ട് കോൺടാക്ട് ചെയ്ത് അവർക്ക് എന്തെങ്കിലും അവരുടെ ഫീഡ്ബാക്സ് കളക്ട് ചെയ്യാൻ, അതുപോലെ അവർക്ക് മറ്റെന്തെങ്കിലും അസൗകര്യങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, അതായത് ക്ലിനിക്കൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളല്ല, നോൺ ക്ലിനിക്കൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ. അവരുടെ ഇൻഷുറൻസ് മാറ്റേഴ്സോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അസൗകര്യങ്ങളോ അവരുടെ ഫീഡ്ബാക്സ് കാര്യങ്ങളൊക്കെ നേരിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ഇടയ്ക്ക് പേഷ്യൻസിന്റെ ഇടയിൽ റൗണ്ട്സ് നടത്താം.
ആ രീതിയിലും എന്താണ് ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് however they should be as informal as possible. അപ്പൊ പരമാവധി എങ്ങനെയായാലും നമ്മൾ പേഷ്യൻസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഡോക്ടർ ആയിക്കോട്ടെ, നഴ്സ് ആയിക്കോട്ടെ, അഡ്മിനിസ്ട്രേറ്റർമാരായിക്കോട്ടെ, ആരാണെങ്കിലും പേഷ്യൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പരമാവധി കാഷ്വൽ ആയിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇൻഫോർമൽ ആയിട്ട്, ഭയങ്കര എന്താണ് ഫോർമൽ ആയിട്ട് ഒരിക്കലും അവരോട് ബിഹേവ് ചെയ്യരുത്. വളരെ കാഷ്വൽ ആയിട്ട് തന്നെ എന്താണ് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് അവിടെ പറയുന്നത്. വേറെ പോയിന്റുകളൊന്നും അതിനകത്ത് പറയുന്നില്ല കേട്ടോ. നമ്മൾ ഒരു ജസ്റ്റ് ഒരു കാര്യം മാത്രം പറയുന്നു. നേരായോ? മനസ്സിലായോ? ഉദ്ദേശിച്ച കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ, അതായത് കമ്മ്യൂണിക്കേഷൻ രീതികളാണ് പറയുന്നത്. എങ്ങനെയൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ആ കമ്മ്യൂണിക്കേഷനെ ഫീസിബിൾ ആക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെയാണ് അവിടെ പറയുന്നത്. ഇപ്പൊ രോഗിയെ പറ്റിയുള്ള വിവരങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് ഡോക്ടർക്കാണ് അതിനെ പറ്റിയുള്ള വിവരങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അപ്പൊ വിസിറ്റിംഗ് അവേഴ്സിന്റെ സമയത്ത് ഒരു ഡോക്ടറോ അല്ലെങ്കിൽ സീനിയർ നഴ്സോ അവിടെ നിൽക്കുകയാണെങ്കിൽ എന്താണ് രോഗിയുടെ വിവരങ്ങൾ അവർക്ക് കൃത്യമായിട്ട് അവരുടെ റിലേറ്റീവ്സിനോട് പറയാനായിട്ട് സാധിക്കും. അപ്പൊ അവരുടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ഇടയ്ക്ക് പേഷ്യൻസിന്റെ ഇടയിൽ നിന്ന് കൗൺസിൽ നടത്താം. അപ്പൊ പേഷ്യൻസിന് എന്തെങ്കിലും പരിമിതികളോ മറ്റെന്തെങ്കിലും അസൗകര്യങ്ങളോ ഉണ്ടെങ്കിൽ നേരിട്ട് അഡ്മിനിസ്ട്രേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് അവരുടെ ഫീഡ്ബാക്ക് അറിയിക്കാവുന്നതാണ്. അവിടെ നിന്ന് നടക്കുന്നുണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. കഴിവതും ഇത്തരം കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക. വളരെ ഇൻഫോർമൽ ആയിട്ട് എന്ന് വെച്ചാൽ വളരെ കാഷ്വൽ ആയിട്ട് തന്നെ എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കഴിയുള്ളൂ കേട്ടോ. ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണ്? സൈനേജ് ആൻഡ് നെയിം ബോർഡ്സ് അല്ലെ. ഇങ്ങനത്തെ സൈനേജ് ബോർഡുകളൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കണ്ടിട്ടുണ്ട് അല്ലെ. ഓക്കെ, സൈനേജ് ആൻഡ് നെയിം ബോർഡ്. ഈ സൈനേജ് നെയിം ബോർഡ്സ് എന്ന് പറയുന്നതും മറ്റൊരു കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എന്ന് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അല്ലെ. ഇപ്പൊ നമ്മൾ സൈനേജ് ബോർഡുകൾ നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അത് ഹോസ്പിറ്റലിൽ പബ്ലിക്കായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മാർഗമാണ് അല്ലെ. ഇങ്ങനെ നെയിം ബോർഡുകൾ, സൈനേജ് ബോർഡുകളിലൂടെ നിർദ്ദേശങ്ങൾ എഴുതുമ്പോൾ ഹോസ്പിറ്റൽ ശരിക്കും പബ്ലിക്കായിട്ട് എന്ത് ചെയ്യാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് അല്ലെ. ഓക്കെ, അപ്പൊ നോക്കുക, ഈസി ടു ഫോളോ സൈനേജ് ആൻഡ് ബോക്സ്. അതായത് നമുക്ക് സൈനേജ് ബോർഡുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് വളരെയധികം ഈസിയാണ് അല്ലെ. പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആരോട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെ. സൈനേജ് ബോർഡുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് ഫോളോ ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഇവിടെ പറയുന്നത് ഫ്ലോർ പ്ലാൻസ് ഡിസ്പ്ലേഡ് അറ്റ് സ്ട്രാറ്റജിക് പ്ലേസസ്. ഫ്ലോർ പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്തരത്തിലുള്ള സൈനേജ് ബോർഡുകൾ, ഓക്കെ, ഇങ്ങനെയുള്ള സൈനേജ് ബോർഡുകളും കാര്യങ്ങളൊക്കെ എവിടെ ഡിസ്പ്ലേ ചെയ്യണം? ഡിസ്പ്ലേഡ് അറ്റ് സ്ട്രാറ്റജിക് പ്ലേസസ്. സ്ട്രാറ്റജിക് പ്ലേസസ് എന്ന് പറഞ്ഞാല് തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളില് ഇത്തരത്തിലുള്ള സൈനേജ് ബോർഡുകൾ ഡിസ്പ്ലേ ചെയ്യണം എന്നാണ് പറയുന്നത്. തന്ത്രപ്രധാനമായ സ്ഥാനം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്, ആളുകൾക്ക് എളുപ്പം വിസിബിൾ ആവുന്ന സ്ഥലങ്ങളിൽ ഇത്തരം ബോർഡുകൾ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ സാധാരണ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇത്തരം ബോർഡുകൾ ആ ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കടക്കുമ്പോൾ തന്നെ അവിടെ തന്നെ ഉണ്ടാവും അല്ലെ. ഇങ്ങനെയുള്ള ബോർഡുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പൊ ആ ബോർഡുകളിൽ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട് ആ ഹോസ്പിറ്റലിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്, അതുപോലെ ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ ഏത് ഫ്ലോറിലാണ്, ഗ്രൗണ്ട് ഫ്ലോറിലാണോ, ഫസ്റ്റ് ഫ്ലോർ ആണോ, സെക്കൻഡ് ഫ്ലോർ ആണോ, അതൊക്കെ കറക്റ്റ് ആ സൈനേജ് ബോർഡിൽ എഴുതിയിട്ടുണ്ടാവും അല്ലെ. അതുപോലെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും അവൈലബിൾ ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആരൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൈനേജ് ബോർഡുകളിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ നമ്മള് അതൊരു തരത്തിൽ ഹോസ്പിറ്റലിൽ പബ്ലിക്കായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. എന്ന് വെച്ചാൽ നമ്മൾ ആളുകൾ വരുന്ന സമയത്ത് ആരോട് ചോദിക്കേണ്ട, ബോർഡുകൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് എവിടെയാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് ആളുകൾക്ക് ഏറ്റവും വിസിബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഇത്തരം സൈനേജ് ബോർഡുകൾ ഡിസ്പ്ലേ ചെയ്യണമെന്നാണ് പറയുന്നത് കേട്ടോ. അടുത്തത് എന്താണ്? ഓൾ റൂംസ് ഷുഡ് ബി നമ്പർ. അതുപോലെ ഹോസ്പിറ്റലിലെ എല്ലാ റൂമുകളും എന്ത് ചെയ്തിരിക്കണം? നമ്പർ ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെന്താണ്? പേഷ്യന്റ് ഇൻഫർമേഷൻ ബ്രോഷർ ആൻഡ് വിസിറ്റർ ഗൈഡ്. അതുപോലെ തന്നെ പേഷ്യന്റിന്റെ ഇൻഫർമേഷൻസ് അടങ്ങിയിട്ടുള്ള ബ്രോഷറുകൾ, വിസിറ്റർ ഗൈഡുകൾ, അതെല്ലാം തന്നെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം അല്ലെ. അപ്പൊ പെട്ടെന്ന് പേഷ്യന്റിനെ കാണാനായിട്ട് റിലേറ്റീവ്സോ മറ്റാരെയും വിസിറ്റേഴ്സ് വരുന്ന സമയത്ത് ഏത് പേഷ്യന്റ് ഏത് റൂമിലാണ്, എവിടെയാണ് എന്നൊക്കെ അറിയാനായിട്ടൊക്കെയാണ് നമ്മൾ ഇങ്ങനെയുള്ള പേഷ്യന്റ് ഇൻഫർമേഷൻ ബ്രോഷറുകളും വിസിറ്റർ ഗൈഡുകളൊക്കെ നമ്മൾ അവിടെ സൂക്ഷിക്കുന്നത്. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും അഡ്മിറ്റ് ആയിട്ട് റൂമിലൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ
നമ്മൾ ആ ഒരു റൂമിന്റെ ഏരിയയിലേക്ക് പോകുമ്പോൾ അവിടുത്തെ നഴ്സിംഗ് സ്റ്റേഷനിൽ ഒരു കോഡ് ഉണ്ടാവും. ആ കോഡില് ഓരോ റൂം നമ്പർ, ആ റൂം നമ്പറിൽ ആരൊക്കെയാണ് ഉള്ളതെന്നുള്ള പേരും അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമാണ് അല്ലെ. അപ്പൊ അതൊക്കെ ഒരു തരത്തിൽ എന്താണ്, ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ പബ്ലിക്കായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതികളാണ്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? മനസ്സിലായോ? നെക്സ്റ്റ് വരുന്നത് കംപ്ലൈന്റ്സ്, കോംപ്ലിമെന്റ്സ്, സജഷൻസ്. ഇതിലൊന്നും വേറെ പോയിന്റുകളൊന്നും പറയുന്നില്ല കേട്ടോ. ജസ്റ്റ് നമുക്ക് വായിച്ച് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. കംപ്ലൈന്റ്സ്, കോംപ്ലിമെന്റ്സ്, സജഷൻസ്. എന്താണ്? നേരത്തെ പറഞ്ഞതാണ്, പഠിച്ച പോയിന്റ് ആണ്. A provision to listen to the verbal complaints instead of insisting on written ones emails. അല്ലെ, നമ്മൾ എന്താണ്, രേഖാമൂലമുള്ള പരാതികൾ നിർബന്ധമാക്കാതെ വാക്കാലുള്ള പരാതികൾ കേൾക്കാനുള്ള വ്യവസ്ഥയുണ്ടായിരിക്കണം അല്ലെ. എന്ന് പറഞ്ഞല്ലോ, എഴുതാനും വായിക്കാനും അറിയാത്ത ആളുകൾ വന്നു, അവർക്ക് എന്തെങ്കിലും പരാതികളോ അവർക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ അവരോട് എഴുതി തരാൻ പറയുന്നതിനേക്കാളും നല്ലത് എന്ത് ചെയ്യാം, വാക്കാലുള്ള വെർബൽ കംപ്ലൈന്റ്സ് കേൾക്കാനുള്ള ഒരു വ്യവസ്ഥ ഉണ്ടായിരിക്കും. പിന്നെ എന്താണ്, പ്രൊവിഷൻ ഓഫ് എ സജഷൻ ബോക്സ് അറ്റ് ആൻ അപ്രോപ്രിയേറ്റ് പ്ലേസ്. അതുപോലെ എന്താണ്, അനുയോജ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിർദ്ദേശ ബോക്സുകൾ സ്ഥാപിക്കും. സജഷൻ ബോക്സുകൾ സ്ഥാപിക്കുമ്പോൾ ആളുകൾക്ക് എന്താണ്, അവരുടെ പേരൊന്നും വെളിപ്പെടുത്തണമെന്നില്ല അല്ലെ. അവർക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ പരാതികളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ പേര് വെളിപ്പെടുത്താൻ തന്നെ അവർക്ക് വേണമെങ്കിൽ സജഷൻ ബോക്സിൽ ഇടാവുന്നതാണ്. അതും ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ. പബ്ലിക് ഹോസ്പിറ്റലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് അല്ലെ. സജഷൻ ബോക്സുകളിലൂടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലെ. ഓക്കെ, അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഇനി വരുന്നത് എന്താന്ന് വെച്ചാല് ഹോസ്പിറ്റൽ പബ്ലിക് ഇന്ററാക്ഷൻസ് കേട്ടോ. ഹോസ്പിറ്റലും പബ്ലിക്കുമായിട്ട് ഇന്ററാക്ഷൻസ് വരുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ് നോക്കിക്കേ. ഹോസ്പിറ്റൽ ടൂർസ് ബൈ ഗ്രൂപ്സ് such as the school teachers and students, members of various organizations, അതുപോലെ പീപ്പിൾസ് റെപ്രസെന്റേറ്റീവ്സ്, റിലീജിയസ് ലീഡേഴ്സ് എക്സെട്ര. ഹോസ്പിറ്റൽ ടൂറുകൾ കണ്ടക്ട് ചെയ്യുക അല്ലെ. ഹോസ്പിറ്റൽ ടൂർ എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ വിസിറ്റുകൾ നടത്താം. സ്കൂൾ ടീച്ചേഴ്സോ സ്റ്റുഡൻസോ അല്ലെങ്കിൽ ഈ പറയുന്ന എന്താ പറയാ പല പല സംഘടനകളിലുള്ള ആളുകൾക്ക്, പിന്നെ എന്താ പറയാ റിലീജിയസ് ലീഡേഴ്സ്, അവർക്കൊക്കെ എന്താണ് ഹോസ്പിറ്റൽ വിസിറ്റുകൾ നടത്താവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ അപ്പൊ എന്തുണ്ടാവും, ഇങ്ങനെ വിസിറ്റ് നടത്തുമ്പോൾ ഹോസ്പിറ്റലിന് പബ്ലിക്കുമായിട്ട് നേരിട്ട് ഇന്ററാക്ഷൻ വരികയാണ് അല്ലെ. നേരിട്ട് ഇന്ററാക്ഷൻ വരികയാണ്. അപ്പൊ ഹോസ്പിറ്റലിന് പബ്ലിക്കിന് നേരിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു അവസരം അതിലൂടെ ലഭിക്കുന്നത് അല്ലെ. പിന്നെ എന്താ പറയുന്നത്, ഹെൽത്ത് ഫെയേഴ്സ്, എക്സിബിഷൻസ്, സ്പെഷ്യൽ ക്ലിനിക്സ്, ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാംസ്, മെഡിക്കൽ ഇൻഷുറൻസ് പ്രോഗ്രാംസ്, വെക്കേഷൻ വോളണ്ടിയർ പ്രോഗ്രാംസ് ആൻഡ് ഓർഗനൈസ് കരിയർ ഡേ എക്സെട്ര. അതെ, ഇതുപോലെ തന്നെ ഹെൽത്ത് ഫെയറുകൾ കണ്ടക്ട് ചെയ്യാം, എക്സിബിഷൻസുകൾ കണ്ടക്ട് ചെയ്യാം, സ്പെഷ്യൽ ക്ലിനിക്കുകൾ, ക്യാമ്പുകളൊക്കെ നടത്താം. ഓക്കെ, അതുപോലെ തന്നെ ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാമുകൾ നടത്താം, മെഡിക്കൽ ഇൻഷുറൻസ് പ്രോഗ്രാംസ്, പിന്നെ വെക്കേഷൻ വോളണ്ടിയർ പ്രോഗ്രാംസുകൾ, അതുപോലെ ഓർഗനൈസ് കരിയർ ഡേ, ഇങ്ങനെയുള്ള എന്താ പറയുക പ്രോഗ്രാമുകളൊക്കെ ഹോസ്പിറ്റലിനെ ബേസ് ചെയ്തുകൊണ്ട് സംഘടിപ്പിക്കണം. ഓക്കെ, ഇത് നമ്മൾ സൗജന്യ ക്യാമ്പുകളൊക്കെ നടത്തുമല്ലോ, രോഗനിർണയ ക്യാമ്പുകൾ, എക്സിബിഷൻസ്, ഇങ്ങനെയുള്ളതൊക്കെ ഹെൽത്ത് ഫെയറുകളൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ പബ്ലിക്കിന് നേരിട്ട് ഹോസ്പിറ്റലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ലഭിക്കുന്നുണ്ട്. പിന്നെന്താണ്, ഫോൾഡിംഗ് ഓഫ് ആൻ ആനുവൽ ഹോസ്പിറ്റൽ ഡേ, ഫൗണ്ടേഴ്സ് ഡേ, സ്പെഷ്യൽ ഇവന്റ്സ്. ഇത് തന്നെ, അതായത് ഹോസ്പിറ്റലിന്റെ ആനുവൽ ഡേ കണ്ടക്ട് ചെയ്യാം, ഫൗണ്ടേഴ്സ് ഡേ, സ്പെഷ്യൽ ഇവന്റുകളൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ പൊതുജനങ്ങൾ അല്ലെങ്കിൽ പബ്ലിക് എവിടേക്ക് വരും, ഹോസ്പിറ്റലിലോട്ട് വരും. അപ്പൊ നേരിട്ട് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ all this helps in projecting every aspect of the hospital's operation, including some of the highly technical functions. അപ്പൊ ഇത്തരത്തിലുള്ള എന്താണ് ഇന്ററാക്ഷൻസ് അല്ലെ, ഇത്തരത്തിലുള്ള ഇന്ററാക്ഷൻസ് എന്ന് പറയുന്നത് അത് ഈ ഒരു ഹോസ്പിറ്റലിന്റെ എല്ലാ സാങ്കേതികമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഉൾപ്പെടെ ഹോസ്പിറ്റലിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നേരിട്ട് പബ്ലിക്കിന് മനസ്സിലാക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, വേറെ പോയിന്റുകളൊന്നും അതിനില്ല. ക്ലിയർ ആയോ പറഞ്ഞത്? മനസ്സിലാവുന്നുണ്ടോ? ഇല്ല ആവണില്ല കേട്ടോ. ഇപ്പൊ പറഞ്ഞ പോയിന്റുകളൊന്നും, ഇപ്പൊ പറഞ്ഞതിന് എന്ത് ചോദ്യം വരാനാ? ഇതൊക്കെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിന് ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ പറയില്ല കേട്ടോ. അതൊക്കെ നോക്കി എഴുതി വെച്ചാൽ മതി. ഇതെന്ന് പറഞ്ഞ പോയിന്റുകളൊന്നുമല്ല,
നമുക്കറിയാവുന്ന കാര്യം, നമ്മളൊക്കെ ഹോസ്പിറ്റലിൽ പോകുന്ന ആൾക്കാരാണ് അല്ലെ. അപ്പൊ പോകുമ്പോ നമ്മളൊക്കെ കാണുന്നത്, നമ്മൾ ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഏതൊക്കെ രീതിയിൽ പബ്ലിക്കായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ആ ഒരു ഇത് മാത്രമാണ് അവിടെ പറഞ്ഞു പോകുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് സ്പീക്കേഴ്സ് ബ്യൂറോ കേട്ടോ. സ്പീക്കേഴ്സ് ബ്യൂറോ എന്താണ് അവിടെ പറയുന്നത്? CEO and staff should use every opportunity to speak to other service organizations and institutions on the health matters. അതായത് ഇവിടെ ഒരു ഹോസ്പിറ്റലിലെ സിഇഒ ആരാണ്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ്. ഏറ്റവും ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആണ് അല്ലെ സിഇഒ എന്ന് പറയുന്നത്. അപ്പൊ ഈ സിഇഒ അതുപോലെ തന്നെ മറ്റുള്ള മെഡിക്കൽ സ്റ്റാഫുകൾ ഈ ആരോഗ്യ കാര്യങ്ങളെ സംബന്ധിച്ച് മറ്റുള്ള ആരോഗ്യ സേവന സംഘടനകളോടും മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് സംസാരിക്കാനുള്ള അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണം എന്നാണ് പറയുന്നത്. അതായത് ഒരു ഹോസ്പിറ്റലിന്റെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിൽ മാത്രം ഒതുങ്ങാതെ മറ്റു പല ആരോഗ്യ സംഘടനകളുമായിട്ടുമുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും അല്ലെ. എങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഹെൽത്ത് സർവീസിന് ഏറ്റവും വിപുലമായിട്ടുള്ള രീതിയിൽ പബ്ലിക്കിന് കൊടുക്കാനായിട്ട് സാധിക്കുക. അതായത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിന്റെ അകത്ത് മാത്രം ഒതുങ്ങി നിൽക്കാതെ ഒരു ഹോസ്പിറ്റലിന്റെ സിഇഒ ആയിക്കോട്ടെ, മെഡിക്കൽ സ്റ്റാഫുകളായിക്കോട്ടെ, അവര് ആരോഗ്യ കാര്യങ്ങളെ പറ്റിയിട്ട് മറ്റുള്ള ആരോഗ്യ സംഘടനകളും അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് ഷെയർ ചെയ്യാനും അതുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുമുള്ള അവസരങ്ങൾ പ്രയോജനപ്പെടുത്തണം. ഇതാണ് അവിടെ പറയുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഹെൽത്ത് കെയർ മൊത്തത്തിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായോ ഉദ്ദേശിച്ചത്? അടുത്തത് എന്താണ്? അഡ്വൈസറി കമ്മിറ്റി. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. അതിന് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള പോയിന്റ് ഞാൻ പറയാം കേട്ടോ. അഡ്വൈസറി കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപദേശക സമിതി അല്ലെ. ഉപദേശക സമിതി എന്താണ് അതിന്റെ പ്രത്യേകത? Its role should be to suggest hospital administration the methods to overcome their shortcomings and interpret the functioning of the hospital to the community. അതായത് ഒരു അഡ്വൈസറി കമ്മിറ്റിയുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് അവരുടെ റെസ്പോൺസിബിലിറ്റി? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനോട് അവരുടെ പോരായ്മകൾ പരിഹരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾ കൊടുക്കുന്നത് ആരാണ്? അഡ്വൈസറി കമ്മിറ്റിയാണ് അല്ലെ. അതോടൊപ്പം തന്നെ ഇന്റർപ്രറ്റ് ദ ഫങ്ഷനിങ് ഓഫ് ദ ഹോസ്പിറ്റൽ ടു ദ കമ്മ്യൂണിറ്റി. ആ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളെ പറ്റിയിട്ട് കമ്മ്യൂണിറ്റിക്ക്, പബ്ലിക്കിന് എന്താണ് ഈ പറയുന്ന വിവരങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കാണുള്ളത്? ഒരു അഡ്വൈസറി കമ്മിറ്റിക്ക്. മനസ്സിലായോ? അഡ്വൈസറി കമ്മിറ്റിയുടെ റോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് അവരുടെ പോരായ്മകൾ പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും അതോടൊപ്പം ആ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളെ പറ്റിയിട്ട് കമ്മ്യൂണിറ്റിക്കെതിരെ ഒരു അവയർനെസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതുമാണ് ആരുടെ ഡ്യൂട്ടി? അഡ്വൈസറി കമ്മിറ്റിയുടെ റെസ്പോൺസിബിലിറ്റി. അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, that should be to suggest the hospital administration the methods to overcome their shortcomings. ആരാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനോട് പോരായ്മകൾ പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്? ആരാണ്? അതൊരു അഡ്വൈസറി കമ്മിറ്റിയാണ്. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാൻ നിങ്ങളോട് കേട്ടോ. അഡ്വൈസറി കമ്മിറ്റിയുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാം. ഉപദേശക സമിതിയാണ് അല്ലെ. ഒരു ഹോസ്പിറ്റലിന്റെ പോരായ്മകൾ പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അഡ്മിനിസ്ട്രേഷന് കൊടുക്കുന്നത് ആരാണ്? അഡ്വൈസറി കമ്മിറ്റിയാണ്. അതുകൂടാതെ ആ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളെ പറ്റിയിട്ട് പബ്ലിക്കിന് അവയർനെസ് കൊടുക്കുന്നതും ആദ്യ ഉത്തരവാദിത്തത്തിൽ പെടുന്നതാണ് അഡ്വൈസറി കമ്മിറ്റിയുടെ റെസ്പോൺസിബിലിറ്റി. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയും ബോക്സുകൾ നമ്മൾ കഴിഞ്ഞു. ഓക്കെ, ആ ബോക്സിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡുകൾ തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി പഠിക്കാൻ പോകുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. ഇനി പറയാൻ പോകുന്നതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. സോ അതൊന്ന് നമുക്ക് നോക്കാം. ഇൻഡിക്കേറ്റേഴ്സ് ഫോർ ഇവാലുവേറ്റിംഗ് പബ്ലിക് റിലേഷൻ ഇൻ ദ കമ്മ്യൂണിറ്റി. അപ്പൊ നമ്മൾ ഇതുവരെ നമ്മൾ പഠിച്ചത് പബ്ലിക് റിലേഷൻ എന്താണ്, അതിന്റെ ഫാദർ ആരാണ്, പബ്ലിക് റിലേഷൻ ഡെഫിനിഷൻ മനസ്സിലാക്കി, അതിന്റെ നീഡ് നമ്മൾ കണ്ടു, പിന്നെ രണ്ട് മെത്തേഡുകൾ നമ്മൾ മനസ്സിലാക്കി അല്ലെ. പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള രണ്ട് മെത്തേഡുകളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് എന്ത് വേണം? ഒരു കമ്മ്യൂണിറ്റിയിലെ പബ്ലിക് റിലേഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ്? ഓക്കെ, അപ്പൊ നമ്മൾ നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് എന്ത് വേണം? ഇവാലുവേറ്റ് ചെയ്യണം അല്ലെ. അത് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ്? അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ.
എന്തൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നത്? ഫസ്റ്റ് വൺ വരുന്നത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേസ്. അപ്പൊ ഒന്നാമത് എന്താണ്? സർവേകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പബ്ലിക് റിലേഷനെ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ? അതാണ് അവിടെ പറഞ്ഞത്, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേസ് അല്ലെ. പേഷ്യന്റിന്റെ സംതൃപ്തി അളക്കുന്നതിനായിട്ട് സർവേകൾ കണ്ടക്ട് ചെയ്യാം അല്ലെ. ഇഷ്ടം പോലെ സർവേകൾ നേരിട്ട് വന്ന് സർവേകൾ നടത്തുന്നുണ്ട്, അതല്ലാതെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ വഴി നമ്മൾ സർവേകൾ നടത്താറുണ്ട് അല്ലെ. പൊതുജനങ്ങളുടെ അഭിപ്രായം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ തയ്യാറാക്കിയിട്ട് അതിനെ സംബന്ധിച്ച് നമ്മൾ അതാണ് നമ്മൾ പബ്ലിക്കിലേക്ക് കൊടുക്കുന്നത്, സർവേ കണ്ടക്ട് ചെയ്യും അല്ലെ. അപ്പൊ നമുക്ക് ഈ സർവേകളിലൂടെ നമുക്ക് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് ഹോസ്പിറ്റലിലെ സേവനങ്ങളിൽ പേഷ്യന്റ് എത്രത്തോളം സംതൃപ്തരാണോ അല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് ആ സർവേ റിസൾട്ടിലൂടെ കണ്ടെത്താനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് പബ്ലിക് റിലേഷനെ ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കില്ലേ? അപ്പൊ ഒന്നാമത്തെ ഇൻഡിക്കേറ്റർ എന്താണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേസ്. ഓക്കെ. പിന്നെ രണ്ടാമത്തെ എന്താണ് പറയുന്നത്? ജനറൽ ഒപ്പീനിയൻ പോൾ ആണ്. ജനറൽ ഒപ്പീനിയൻ പോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതു അഭിപ്രായ വോട്ടെടുപ്പ് അല്ലെ. പൊതു അഭിപ്രായ വോട്ടെടുപ്പ് എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് അല്ലെ, ഇപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് ആവാം, ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആവാം, അത് നമ്മൾ പബ്ലിക്കിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് അതിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് അവരോട് പറയാൻ പറയും അല്ലെ. ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പബ്ലിക് റിലേഷൻ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കൂടുതൽ നല്ല നല്ല നിർദ്ദേശങ്ങൾ വരുന്നുണ്ട്, കൂടുതൽ സജഷൻസ് വരുന്നുണ്ടെങ്കിൽ എന്റെ അർത്ഥം എന്താണ്? നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടെന്നാണ് അർത്ഥം അല്ലെ. നല്ല പബ്ലിക് റിലേഷൻ ഉണ്ടാകുമ്പോഴാണ് പൊതുജനങ്ങൾ അതിനെപ്പറ്റി നല്ല അഭിപ്രായങ്ങൾ ഒക്കെ പറയുള്ളൂ. നല്ല അഭിപ്രായങ്ങൾ ഉണ്ടാവും, പല പല അഭിപ്രായങ്ങൾ അപ്പോഴാണ് വരുന്നത് അല്ലെ. അപ്പൊ ഒന്ന് ജനറൽ, രണ്ടാമത്തെ ജനറൽ ഒപ്പീനിയൻ പോയിട്ടാ. ഓക്കെ. അപ്പൊ അതിലൂടെ നമുക്ക് പബ്ലിക് റിലേഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ എന്താ പറയുന്നത്? ക്വാളിറ്റി ഓഫ് കെയർ യൂസിംഗ് ചെക്ക് ലിസ്റ്റ്. ചെക്ക് ലിസ്റ്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്താണ് ഈ പറയുന്ന പരിചരണങ്ങളുടെ ക്വാളിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ചെക്ക് ലിസ്റ്റ് ഉപയോഗപ്പെടുത്താം. ഓക്കെ. ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ഒരുപാട് കാര്യങ്ങൾ, ചോദ്യങ്ങൾ പോലെ യെസ് ഓർ നോ പോലെയുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ്സുകൾ നമ്മൾ തയ്യാറാക്കും. ഹോസ്പിറ്റലിന്റെ സേവനങ്ങളെ പറ്റിയിട്ടോ ഹോസ്പിറ്റലിനെ പറ്റിയിട്ട് എന്തെങ്കിലും കുറച്ച് സ്റ്റേറ്റ്മെന്റ്സുകൾ നമ്മൾ തയ്യാറാക്കുന്നു. അതിന്റെ ഉത്തരം എന്ന് പറയുമ്പോൾ യെസ് ഓർ നോ എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതാണ് ഒരു ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് ഈ ചെക്ക് ലിസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്, പബ്ലിക്കിലേക്ക് കൊടുക്കുകയാണ്. അപ്പൊ ആ ഒരു ചെക്ക് ലിസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഹോസ്പിറ്റലിന് കൊടുക്കുന്ന ആ ഒരു കെയറിന്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പബ്ലിക് റിലേഷനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. ക്ലിയർ ആയല്ലോ? പിന്നെന്താണ്? നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ് അല്ലെ. നമുക്ക് ലഭിക്കുന്ന പരാതികളുടെ എണ്ണം അല്ലെ. നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ്, അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പബ്ലിക് റിലേഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. കൂടുതൽ പരാതികൾ വരുന്നു എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? മോശം പബ്ലിക് റിലേഷൻ ആയിരിക്കും. പരാതികളാണ് കൂടുതലെങ്കിൽ എന്റെ അർത്ഥം എന്താണ്? പബ്ലിക് റിലേഷൻ മോശമായിരിക്കും. അതേസമയം പരാതികൾ കുറവാണെങ്കിലോ നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടായിരിക്കും എന്നാണ് സൂചിപ്പിക്കുന്നത് അല്ലെ. അങ്ങനെയൊക്കെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്പർ ഓഫ് കംപ്ലൈന്റ്സ്. പിന്നെ എന്താണ് പറയുന്നത്? എക്സ്റ്റെന്റ് ഓഫ് വോളണ്ടറി എഫർട്സ് ബൈ ദ കമ്മ്യൂണിറ്റി. അതാണ് എക്സ്റ്റെന്റ് ഓഫ് വോളണ്ടറി എഫർട്സ് ബൈ ദ കമ്മ്യൂണിറ്റി. വോളണ്ടറി എഫർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വമേധയാ ഉണ്ടാവുന്ന പ്രവർത്തനങ്ങൾ, കമ്മ്യൂണിറ്റിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന സ്വമേധയാ ഉള്ള പ്രവർത്തനങ്ങളുടെ വ്യാപ്തി, അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പബ്ലിക് റിലേഷനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ലൊക്കാലിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റൽ, ഓക്കെ, ആ ഒരു ഹോസ്പിറ്റൽ അത്യാവശ്യം നല്ല സേവനങ്ങളാണ് പബ്ലിക്കിൽ കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിനോട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കും അല്ലെ. ആ ഹോസ്പിറ്റലെ നല്ല രീതിയിൽ ഉയരണമെന്നും അതിന് ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് നമ്മളാലാവുന്ന സഹായങ്ങളും കാര്യങ്ങളും നമ്മൾ ചെയ്യും അല്ല. അതാരും നമ്മളോട് പറഞ്ഞു ചെയ്യിപ്പിക്കുന്നതല്ല. നമുക്കത് നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ അതിനെ പ്രൊമോട്ട് ചെയ്യും. സ്വാഭാവികമായിട്ട് നമ്മൾ അതിനെ പ്രൊമോട്ട് ചെയ്യും. അത് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. എക്സ്റ്റെന്റ് ഓഫ് വോളണ്ടറി എഫർട്സ് ബൈ ദ കമ്മ്യൂണിറ്റി, അതായത് കമ്മ്യൂണിറ്റിയുടെ ഭാഗത്ത് നിന്നും സ്വമേധയാ ഉണ്ടാവുന്ന പ്രയത്നങ്ങളുടെ ആ ഒരു എക്സ്റ്റെന്റ്, അത് നമുക്ക് അതിലൂടെ നമുക്ക് പബ്ലിക് റിലേഷൻ ഉണ്ടാകും. കൂടുതൽ കമ്മ്യൂണിറ്റി കുറേയും കൂടെ എന്താണ് ഈ ഒരു ഹോസ്പിറ്റലിന്റെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടെന്നാണ് അല്ലെ. ഇപ്പൊ നമ്മൾക്കറിയാം, നമ്മൾ ഈ എന്താണ് സേവനവാരമൊക്കെ വരിക, ഒക്ടോബർ 2 ഗാന്ധി ജയന്തി അനുബന്ധിച്ച് സേവനവാരമൊക്കെ മറ്റു വരുന്ന സമയത്ത് ചിലവർ ഈ ഹോസ്പിറ്റൽ പരിസരങ്ങൾ വൃത്തിയാക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അതെന്ന് വെച്ചാൽ
ആ ഒരു ഹോസ്പിറ്റലിനോടുള്ള കമ്മിറ്റ്മെന്റ്, നല്ല സേവനങ്ങൾ കിട്ടുന്ന ഹോസ്പിറ്റൽ ആണെങ്കിൽ അതൊരു നല്ലൊരു അസറ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിന്റെ എന്താണ് നല്ലതിന് വേണ്ടി ആളുകൾ സ്വമേധയാ പ്രയത്നിക്കാൻ തുടങ്ങും അല്ലെ. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പബ്ലിക് റിലേഷന് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് എക്സ്റ്റെൻഡ് ഓഫ് വോളണ്ടറി എഫേർട്സ് ബൈ ദ കമ്മ്യൂണിറ്റി. പിന്നെ എന്താ പറയുന്നത്, ടേൺ ഓവർ ഓഫ് ദ ഹെൽത്ത് സ്റ്റാഫ് കേട്ടോ. ഇവിടെ അർത്ഥം എന്താണെന്ന് അറിയോ, ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹെൽത്ത് സ്റ്റാഫുകളുടെ ഒഴിഞ്ഞു പോക്കാണ് കേട്ടോ. അതായത് ഇപ്പൊ മെഡിക്കൽ സ്റ്റാഫുകൾ ജോലി വേണ്ട, ജോലി മതിയാക്കിയിട്ട് പോവാന്ന് വിചാരിക്കുക ഹോസ്പിറ്റലിൽ. അതിന്റെ അർത്ഥം എന്താണ്, അതൊരു മോശം പബ്ലിക് റിലേഷൻ ആണ് അവിടെ കാണിക്കുന്നത് അല്ലെ. അതായത് മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണ് സ്റ്റാഫുകൾ അവിടെ നിന്ന് പോകുന്നുണ്ടാവുക അല്ലെ. എന്തെങ്കിലും ജോലി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ വരുമ്പോഴാണ് സ്റ്റാഫുകൾ അവിടുത്തെ ജോലി മതിയാക്കി അവർ പോകുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ടേൺ ഓവർ ഓഫ് ദ ഹെൽത്ത് സ്റ്റാഫുകളുടെ ടേൺ ഓവർ റേറ്റ് എന്ന് വെച്ചാൽ അവരുടെ കൊഴിഞ്ഞു പോക്ക്, അതിലൂടെ നമുക്ക് പബ്ലിക് റിലേഷന് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കൂടുതൽ ആളുകൾ അവിടെ നിന്ന് ജോലി മതിയാക്കി പോവുക എന്ന് പറഞ്ഞാൽ മോശം പബ്ലിക് റിലേഷനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് കേട്ടോ. അതേസമയം കൂടുതൽ ആളുകൾ അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ എന്റെ അർത്ഥം എന്താണ്, അതൊരു നല്ല സ്ഥാപനമാണ്, അതിന് നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടെന്നാണ് അത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, പിന്നെന്താ പറയുന്നത്, കൺസിസ്റ്റൻസി ഓഫ് ദ അറ്റൻഡൻസ് ഓഫ് ദ പേഷ്യൻസ് ഇൻ ക്ലിനിക്സ് ആൻഡ് ഹെൽത്ത് സെന്റേഴ്സ്. അതുപോലെ നമ്മുടെ ഹെൽത്ത് സെന്ററുകളിലും അതുപോലെ ക്ലിനിക്കുകളിലും ഒക്കെയുള്ള ആ പേഷ്യൻസിന്റെ ആ ഒരു അറ്റൻഡൻസ് അല്ലെ, ആ പേഷ്യൻസിന്റെ എണ്ണത്തില് അല്ലെങ്കിൽ ആ പേഷ്യന്റിന്റെ എന്താ പറയാ അറ്റൻഡൻസിലുള്ള ആ ഒരു സ്ഥിരത, അതും എന്താണ്, അതിലൂടെ നമുക്ക് പബ്ലിക് റിലേഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. കൂടുതൽ ആളുകൾ ഹെൽത്ത് സെന്ററുകൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, നല്ല പബ്ലിക് റിലേഷൻ ഉള്ളത് കൊണ്ടാണ് അല്ലെ. ഇപ്പൊ നമ്മൾ ചില മോശം സേവനങ്ങളാണ് അല്ലെങ്കിൽ മോശം റിലേഷൻ കീപ്പ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിൽ ആളുകൾ പോകും, ഒരിക്കലും അവിടെ പോകില്ല. നല്ല സേവനങ്ങൾ തരുകയും നല്ല പബ്ലിക്കായിട്ട് നല്ലൊരു ഇന്ററാക്ഷൻ നല്ല റിലേഷനുള്ള ഹോസ്പിറ്റലിലോട്ട് പോകാനായിട്ടാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഹെൽത്ത് സെന്ററിലും ക്ലിനിക്കുകളിലൊക്കെ വരുന്ന പേഷ്യൻസിന്റെ എണ്ണം അല്ലെങ്കിൽ അവരുടെ ഹാജർ നിലയിൽ അറ്റൻഡൻസിലുള്ള ആ ഒരു കൺസിസ്റ്റൻസി, അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പബ്ലിക് റിലേഷനെ ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഡൊണേഷൻസ് അല്ലെ, സംഭാവനകള്, കൂടുതൽ സംഭാവനകൾ കിട്ടുന്നുണ്ടെങ്കിൽ നല്ല പബ്ലിക് റിലേഷൻ ഉണ്ടെന്നാണ് അത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, പിന്നെ എന്താണ്, ഇൻപേഷ്യൻസ് ഹു ലീവ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. അതുപോലെ മെഡിക്കൽ അഡ്വൈസിന് വിപരീതമായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടുപോകുന്ന പേഷ്യൻസുകൾ അല്ലെ, അതിലൂടെയും നമുക്ക് പബ്ലിക് റിലേഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നു. കൂടുതൽ ആളുകൾ വിട്ടുപോവാണ് അല്ലെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശത്തിന് വിപരീതമായിട്ട് പേഷ്യൻസ് വിട്ടുപോകുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, മോശം പബ്ലിക് റിലേഷൻ ആണെന്നാണ് അത് സൂചിപ്പിക്കുന്നത്. ക്ലിയർ ആയോ? ഈ രീതിയിലൊക്കെ നമുക്ക് ഒരു കമ്മ്യൂണിറ്റിയിലുള്ള പബ്ലിക് റിലേഷനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ പറഞ്ഞത്? ഏതൊക്കെ ഇൻഡിക്കേറ്ററുകളാണ്? സർവേകളുണ്ട്, അതുപോലെ തന്നെ ജനറൽ ഒപ്പീനിയൻ പോൾ, പിന്നെ ചെക്ക് ലിസ്റ്റുകള്, നമ്പർ ഓഫ് കംപ്ലൈന്റ്സ്, എക്സ്റ്റെൻഡ് ഓഫ് വോളണ്ടറി എഫേർട്സ്, ടേൺ ഓവർ ഓഫ് ദ ഹെൽത്ത് സ്റ്റാഫ്, കൺസിസ്റ്റൻസി ഓഫ് അറ്റൻഡൻസ് ഓഫ് പേഷ്യൻസ്, അതുപോലെ ഡൊണേഷൻസ്, ഇൻ പേഷ്യൻസ് ഹു ലീവ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഇത്തരം ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് പബ്ലിക് റിലേഷനെ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കാമോ? ഇൻഡിക്കേറ്റേഴ്സ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഏതെങ്കിലും പോയിന്റുകൾ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു. വായിച്ചു നോക്കിയോ? ക്ലിയർ ആയോ? പോയിന്റുകളൊക്കെ മനസ്സിലായോ നിങ്ങൾക്ക്?
അടുത്ത നോക്കാം കേട്ടോ. അപ്പൊ നോക്കാം, നെക്സ്റ്റ് നോക്കാം, ഇൻഡിക്കേറ്റേഴ്സ് ഫോർ മെഷറിംഗ് പബ്ലിക് റിലേഷൻസ്. അപ്പോ ഇത്തരം ഇൻഡിക്കേറ്റേഴ്സ് എങ്ങനെയാണ് സഹായിക്കുന്നതെന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം, അപ്ലൈറ്റ് ചെയ്ത് വെച്ചോളൂ. The indicators help to identify the ways of improving medical care and ultimately translates into better and happier patients. മനസ്സിലായോ? ഇത്തരം ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ എന്തിനു സഹായിക്കുന്നുണ്ടെന്നാ പറയുന്നത്? ഇറ്റ് ഹെൽപ്സ് ടു ഐഡന്റിഫൈ ദ വേസ് ഓഫ് ഇംപ്രൂവിംഗ് മെഡിക്കൽ കെയർ, അല്ലെ? അതായത് ഈ മെഡിക്കൽ പരിചരണങ്ങള് കുറെ കൂടെ ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള വഴികള് തിരിച്ചറിയാനായിട്ട് ഈ ഇൻഡിക്കേറ്റേഴ്സ് നമ്മളെ സഹായിക്കുന്നുണ്ട്, അല്ലെ? നമ്മൾ ഇങ്ങനെയുള്ള ഇൻഡിക്കേറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് പബ്ലിക് റിലേഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെ? അങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവസാനം ഒരു റിസൾട്ട് കിട്ടും. പബ്ലിക് റിലേഷൻ മോശമാണോ അതോ ബെറ്റർ ആണോ, ഇനി എന്തൊക്കെ ഇംപ്രൂവ്മെന്റുകൾ വരുത്താനുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അതിനനുസരിച്ച് കൊണ്ട് അടുത്ത നടപടികൾ നമുക്ക് എടുക്കാം, അല്ലെ? അതാണ് അവിടെ പറയുന്നത്. നിങ്ങളോട് ചോദിക്കാം, ഡാഷ് ഹെൽപ്സ് ടു ഐഡന്റിഫൈ ദ വേസ് ഓഫ് ഇംപ്രൂവിംഗ് മെഡിക്കൽ കെയർ, അല്ലെ? എന്താണ് സഹായിക്കുന്നത്? ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അപ്പൊ ഈ ഇൻഡിക്കേറ്റേഴ്സ് മെഡിക്കൽ കെയർ ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള വഴികള് തിരിച്ചറിയാൻ സഹായിക്കുകയും അൾട്ടിമേറ്റ്ലി ട്രാൻസ്ലേറ്റ്സ് ഇൻടു ബെറ്റർ ആൻഡ് ഹാപ്പിയർ പേഷ്യൻസ്. അത് ആത്യന്തികമായിട്ട് എന്താണ്? പേഷ്യൻസിനെ കുറെ കൂടെ ബെറ്റർ ആക്കും, അവരെ കുറെ കൂടെ ഹാപ്പിയർ ആക്കും, അല്ലെ? കുറെ കൂടെ നല്ല പബ്ലിക് റിലേഷൻ നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് സാധിക്കുന്നതിലൂടെ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കാൻ പറ്റും, നമ്മൾ അവർ കുറെ കൂടെ ഹാപ്പിയർ ആയിരിക്കും. ഓക്കെ, അടുത്തതാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ. അതൊരു ഇൻഡിക്കേറ്റർ ആണ്, നമ്മൾ പറഞ്ഞു, അല്ലെ? സർവേകളിലൂടെ നമുക്ക് പബ്ലിക് റിലേഷനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനെ പറ്റി അവിടെ എത്തിയിട്ടുണ്ട്. ക്യാൻ ബി കണ്ടക്റ്റഡ് by an outdoor survey agency or done as an in-house survey. ഈ സർവേ നടത്താന്ന് നമ്മൾ പറഞ്ഞു. സർവേകൾ രണ്ട് രീതിയിൽ കണ്ടക്ട് ചെയ്യാന്നാണ് അവർ പറഞ്ഞത്. ഒന്നിരിക്കുന്ന ഔട്ട്ഡോർ സർവേ ഏജൻസി വഴി നമുക്ക് എന്ത് ചെയ്യാം? സർവേ കണ്ടക്ട് ചെയ്യാം. ഔട്ട്ഡോർ സർവേ ഏജൻസി എന്ന് പറയുമ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഭാഗമല്ല, ഹോസ്പിറ്റലിന്റെ ഭാഗമല്ലാത്ത മറ്റേതെങ്കിലും പുറമേ നിന്നുള്ള ഒരു ഏജൻസി വഴിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന സർവേകൾ നേരത്തെ കണ്ടക്ട് ചെയ്യും. അതുകൂടാതെ ഇത് ക്യാൻ ബി ഡൺ ആസ് ഇൻ-ഹൗസ് സർവേ. ഇൻ-ഹൗസ് സർവേ ഒക്കെ നടത്താം. ഹോസ്പിറ്റലിനകത്തും നമുക്ക് സർവേ നടത്താം. ഹോസ്പിറ്റലിന്റെ മേൽനോട്ടത്തിൽ അവിടെ വരുന്ന പേഷ്യന്റിന്റെ ഇടയിൽ സർവേ നടത്താം. അതല്ലാതെ ഹോസ്പിറ്റലിന്റെ ഭാഗമല്ലാത്ത മറ്റേതെങ്കിലും എക്സ്റ്റേണൽ ഏജൻസി മുഖാന്തരം നമുക്ക് എന്ത് നടത്താവുന്നതാണ്? സർവേകൾ കണ്ടക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ സർവേ ക്വസ്റ്റ്യനെയർ വിത്ത് ഓപ്ഷൻസ് ഈസ് പ്രൊവൈഡ് ടു ദ പേഷ്യന്റ്. ചെറിയൊരു സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്, വായിക്കാനൊന്നും പറ്റില്ല, പക്ഷെ ഏകദേശം അതിന്റെ എഴുതി കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും, അല്ലെ? ഒരു സർവേ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ക്വസ്റ്റ്യനെയർ കൊടുക്കും, ചോദ്യാവലി ഉണ്ടാവും, യെസ് ഓർ നോ എന്നൊക്കെ പറയുന്ന ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ ഒരു കൂട്ടം ചോദ്യങ്ങളാണ് അവിടെ കൊടുക്കുന്നത്, ഓപ്ഷൻസ് ഉൾപ്പെടുന്ന ചോദ്യങ്ങളാണ് കൊടുക്കുന്നത്. അങ്ങനെയാണ് ഇത് നടത്തുന്നത്, സർവേ നടത്തുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അല്ലെ? സർവേ എങ്ങനെ നടത്തുന്നത്? ഒരു കൂട്ടം ചോദ്യാവലി നമുക്ക് തരും, അല്ലെ? ക്വസ്റ്റ്യനെയർ കൊണ്ടുതരും, നമ്മൾ അതിനനുസരിച്ച് ടിക്ക് ചെയ്താൽ മതി, ആണോ അല്ലയോ എന്നുള്ളത് ടിക്ക് ചെയ്താൽ മതി. ഓക്കെ, കേട്ടോ? ഇനി അടുത്തത് കേട്ടോ, ഇത്രയും താങ്കൾ ക്ലിയർ ആയോ? നിങ്ങൾക്ക് ഇത്രയും താങ്കൾ ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അടുത്ത ഭാഗങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അടുത്ത ഭാഗങ്ങൾ നമ്മൾ കുറെ പോയിന്റുകൾ പഠിച്ചു വെക്കുന്നത്. പോയിന്റുകൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമ്മൾ ഈ പറയുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെ രീതിയിലാണ് പബ്ലിക് റിലേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഓക്കെ, ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയും, ആ രീതിയിലുള്ള കുറച്ച് പോയിന്റുകളാണ് അവിടെ പറയുന്നത് കേട്ടോ. ഫസ്റ്റ് വേണം നോക്കുക, ഇവിടെ ഒരു ചെറിയൊരു സെന്റൻസ് എഴുതിയിട്ടുണ്ട്. അത് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ വായിക്കാൻ പോലും പറ്റുന്നില്ല. ഇറ്റ്സ് നോട്ട് ദ കംപ്ലൈന്റ് ദ കസ്റ്റമർ റിമെമ്പേഴ്സ് ബട്ട് ദ ഔട്ട്കം. അത് എഴുതിയ ആളുടെ പേര് ഇസാഡോർ ഷാർപ്പ് എന്നാണ് കേട്ടോ. ഇസാഡോർ ഷാർപ്പ് ഒരു സെന്റൻസ്, അദ്ദേഹത്തിന്റെ ഒരു കോട്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇറ്റ് ഈസ് നോട്ട് ദ കംപ്ലൈന്റ് ദ കസ്റ്റമർ റിമെമ്പേഴ്സ് ബട്ട് ദ ഔട്ട്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും കസ്റ്റമർ ഓർക്കുന്നത് കംപ്ലൈന്റ്സിനെ പറ്റിയിട്ടല്ല, അതിന്റെ എന്താണ് ഔട്ട്കം, അതിൽ നിന്നുള്ള ഔട്ട്കം, അതിന്റെ റിസൾട്ട് ആണ് ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. ഒരു കോട്ടാണ് ഇസാഡോൺ അല്ലേ, ഇസാഡോൺ ഷാർപ്പ് എന്നാണ് കേട്ടോ. എനിക്ക് ക്ലിയർ ആകുന്നില്ല, ഇസാഡോൺ ഷാർപ്പ് കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ഒന്നുമല്ല, ജസ്റ്റ് നോക്കിയാൽ മതി കേട്ടോ. അടുത്ത പോയിന്റ് പറയുന്നത് നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ്. അതൊരു ഇൻഡിക്കേറ്റർ ആണ് അല്ലെ. എങ്ങനെയാണ് അത് പബ്ലിക് റിലേഷനെ എഫക്ട് ചെയ്യുന്നത് നോക്കൂ.
Less the number of complaints received, better is the public relation. Important ആയിട്ടുള്ള പോയിന്റ് ആണ്. അതാണ് പറയുന്നത് less the number of complaints received, better is the public relation. അല്ലെ, നമുക്ക് ലഭിക്കുന്ന പരാതികളുടെ എണ്ണം കുറവാണെങ്കിൽ എന്താണ് അതിനർത്ഥം? ഇത് better the public relation. അല്ലെ, പബ്ലിക് റിലേഷൻ മെച്ചപ്പെട്ടതാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ശരിയല്ലേ? പരാതികൾ കൂടാന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? പബ്ലിക് റിലേഷൻ മോശമാണ്. പരാതികൾ കുറവാണെന്ന് പറഞ്ഞാൽ എന്താണ്? നല്ലൊരു പബ്ലിക് റിലേഷൻ ഉള്ളത് കൊണ്ടാണ്. അല്ലെ, അത് ഒന്നാമത്തെ പോയിന്റ്. ലെസ് ദ നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ്, ബെറ്റർ ഇസ് ദ പബ്ലിക് റിലേഷൻ. ഓക്കെ, അടുത്തത് ജനറൽ ഒപ്പീനിയൻ പോൾ. എന്താണ് ജനറൽ ഒപ്പീനിയൻ പോൾ എന്ന് നമ്മൾ പറഞ്ഞത്? മോസ്റ്റ്ലി പെർട്ടൈൻസ് ടു എ സിംഗിൾ ക്വസ്റ്റ്യൻ ഓർ സിറ്റുവേഷൻ ഓർ പ്രോബ്ലം ദാറ്റ് നീഡ്സ് ആൻ ആൻസർ. ജനറൽ ഒപ്പീനിയൻ പോൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു പ്രോബ്ലം ഇട്ട് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ പ്രോബ്ലം ആവാം, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ നമ്മൾ ഇട്ട് കൊടുക്കും, പൊതുജനങ്ങളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിൽ നിന്ന് പൊതുജനങ്ങളുടെ അഭിപ്രായം നമ്മൾ തേടുകയാണ്. ഓക്കെ, അപ്പൊ ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ, അതിൽ ഒറ്റ കണ്ടീഷൻ കൊടുക്കുന്നു, അതിൽ നിന്ന് നമ്മൾ വിവിധ അഭിപ്രായങ്ങൾ നമ്മൾ കളക്ട് ചെയ്യണം. അതാണ് ഇത് ജനറൽ ഒപ്പീനിയൻ പോൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അടുത്തതാണ് ഇത് എക്സ്റ്റെന്റ് ഓഫ് വോളണ്ടറി എഫർട്ട് ബൈ ദ കമ്മ്യൂണിറ്റി. ഓക്കെ, നോക്ക്, വോളണ്ടറി കോപ്സ് ഓർ വോളണ്ടിയേഴ്സ് ആർ ദ public spirited and service minded people providing the extra services. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. വോളണ്ടറി കോപ്സ് അല്ലെങ്കിൽ വോളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ് വോളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ? they are public spirited and service minded people providing extra services. അല്ലെ, അതായത് കൂടുതൽ സേവനങ്ങൾ കൊടുക്കാനായിട്ട് ഒരു സേവന മനോഭാവവും പൊതുബോധവും ഉള്ള ആളുകളെയാണ് നമ്മൾ വോളണ്ടറി കോപ്സ് അല്ലെങ്കിൽ വോളണ്ടിയേഴ്സ് എന്ന് പറയുന്നത്. അല്ലെ, ഹെൽത്ത് വോളണ്ടിയർമാർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവർ വളരെ സേവന മനോഭാവമുള്ള ആളുകളാണ്. അല്ലെ, പൊതുബോധവും അതുപോലെ സേവന മനോഭാവവും ഉള്ള ആളുകളാണ്. അതിനെന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ആവശ്യമായിട്ട് കൂടുതൽ എക്സ്ട്രാ സേവനങ്ങൾ കൊടുക്കാൻ തയ്യാറായിട്ടുള്ള വ്യക്തികളാണ്. അവരെയാണ് നമ്മൾ വോളണ്ടറി കോപ്സ് അല്ലെങ്കിൽ വോളണ്ടിയേഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് they help the patients host things in patient care areas. അവർ എന്ത് ചെയ്യുന്നു? they help patients, അല്ലെങ്കിൽ പേഷ്യൻസിനെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പേഷ്യന്റിന്റെ ആരോഗ്യ പരിചരണ കാര്യങ്ങൾക്ക് വേണ്ട എല്ലാവിധ മേൽനോട്ടം വഹിക്കുന്നത് ഇത്തരത്തിലുള്ള വോളണ്ടിയേഴ്സ് ആയിരിക്കും കേട്ടോ. ഓക്കെ, വോളണ്ടറി കോപ്സ് അല്ലെങ്കിൽ വോളണ്ടിയേഴ്സ് ആയിരിക്കും. നമുക്ക് പഠിക്കാനുള്ള പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. മോർ വോളണ്ടിയറിസം ഇൻ എ ഹോസ്പിറ്റൽ, ബെറ്റർ ദ പബ്ലിക് റിലേഷൻ. രണ്ടാമത്തെ പോയിന്റ് ആണ് കേട്ടോ. മോർ വോളണ്ടിയറിസം ഇൻ എ ഹോസ്പിറ്റൽ, ബെറ്റർ ദ പബ്ലിക് റിലേഷൻ. അല്ലെ, അതായത് ഒരു ഹോസ്പിറ്റലിലെ വോളണ്ടിയറിസം, കൂടുതൽ ആളുകൾ സ്വമേധയാ ഒരു ഹോസ്പിറ്റലിന് വേണ്ടി പ്രവർത്തിക്കാൻ മുന്നോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ബെറ്റർ ദ പബ്ലിക് റിലേഷൻ, നല്ലൊരു പബ്ലിക് റിലേഷൻ അവിടെ ഉണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ് നമ്മൾ എന്താ പറഞ്ഞേ? ലെസ് ദ നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ്, ബെറ്റർ ഈസ് ദ പബ്ലിക് റിലേഷൻ. അതുപോലെ മോർ വോളണ്ടിയറിസം ഇൻ എ ഹോസ്പിറ്റൽ, ബെറ്റർ ദ പബ്ലിക് റിലേഷൻ. ക്ലിയർ ആയ പോയിന്റുകൾ കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? മനസ്സിലാവുന്നുണ്ടാവും, അത് നിങ്ങൾക്ക് ചോദിക്കും കേട്ടോ. അടുത്തത് സ്റ്റാഫ് ടേൺ ഓവർ ആണ് കേട്ടോ. സ്റ്റാഫ് ടേൺ ഓവറിൽ എന്താ പറയുന്നത്? ടേൺ ഓവർ ഓഫ് മെഡിക്കൽ സ്റ്റാഫ്. മിനിമൽ ടേൺ ഓവർ ഓഫ് സ്റ്റാഫ് ഈസ് എൻ ഇൻഡിക്കേഷൻ ഓഫ് ഗുഡ് പബ്ലിക് റിലേഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ. അതെല്ലാം ചെയ്ത് വെക്കാൻ മൂന്നാമത്തെ പോയിന്റ് ആണ് കേട്ടോ. മിനിമൽ ടേൺ ഓവർ ഓഫ് സ്റ്റാഫ്, അതായത് സ്റ്റാഫുകളുടെ കൊഴിഞ്ഞു പോക്ക് കുറവാണെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് എന്താണ്? ദാറ്റ് ഇൻഡിക്കേറ്റ് ദ ഗുഡ് പബ്ലിക് റിലേഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ. നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടെന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അല്ലെ, അതേസമയം ടേൺ ഓവർ റേറ്റ് കൂടുതലാണെങ്കിൽ അതൊക്കെ എന്താണ്? വളരെ മോശമായിട്ടുള്ള പബ്ലിക് റിലേഷൻ ആണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ മനസ്സിലാക്കി വെക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ എങ്ങനെയാണ് അറിയുന്നത് വെച്ചാൽ അതിനനുസരിച്ച് കറക്റ്റ് മനസ്സിലാക്കി ആൻസർ കിട്ടുക കേട്ടോ. അപ്പൊ മിനിമൽ ടേൺ ഓവർ ഓഫ് ദ സ്റ്റാഫ്, ഇറ്റ് ഇസ് എൻ ഇൻഡിക്കേഷൻ ഓഫ് എ ഗുഡ് പബ്ലിക് റിലേഷൻ. ക്ലിയർ? മൂന്നാമത്തെ പോയിന്റ് ആണ് കേട്ടോ. അടുത്ത നോക്കിയേ, കൺസിസ്റ്റൻസി ഇൻ അറ്റൻഡൻസ് ബൈ ദ പേഷ്യൻസ്. പേഷ്യൻസിന്റെ അറ്റൻഡൻസിലുള്ള ആ ഒരു സ്ഥിരത, അതും ഒരു ഇൻഡിക്കേറ്റർ ആണെന്ന് നമ്മൾ പറഞ്ഞു. അല്ലെ, ഇവിടെ പറയുന്നുണ്ട് ഹയർ പേഷ്യന്റ് ടേൺ അപ്പ് when the patients are reminded of their appointment as a text message, email or over the phone. അതായത് നമ്മൾ ഒരു പേഷ്യൻസിന് നമ്മൾ മെസ്സേജ് അയച്ചോ അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ ഫോൺ വഴിയോ നമ്മൾ അവരുടെ അപ്പോയിന്റ്മെന്റിനെ പറ്റിയിട്ട് ഓർമ്മപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ അറ്റൻഡൻസ് കൂട്ടാനായിട്ട് സാധിക്കും. ചില ആളുകൾ അപ്പോയിന്റ്മെന്റ് എടുത്തു പോയിച്ചപ്പോ അവർ ഓർക്കൂല ഏത് ദിവസമാണെന്നൊന്നും അവർക്ക് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവുന്നില്ല. അതേസമയം നമ്മൾ അത് മെയിൽ വഴിയോ മെസ്സേജ് വഴിയോ അത് റിമൈൻഡ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരത് ഓർക്കും സ്വാഭാവികമായിട്ട് അവർ അതേ ദിവസം തന്നെ വന്ന് കാണാൻ ശ്രമിക്കും. അപ്പൊ നമുക്ക് അറ്റൻഡൻസ് അവിടെ
വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയാണ് ഇതിപ്പോ നമുക്കൊരു ഡോക്ടർ അപ്പോയിന്റ്മെന്റ് എടുത്ത് ഓൺ ദി സ്പോട്ടിൽ നമുക്ക് മെസ്സേജ് വരും അല്ലെ, ഫോണിൽ മെസ്സേജ് വരും അല്ലെ, ഇന്ന ദിവസം ഇന്ന ഡോക്ടറായിട്ട് നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജ് വരും, മെയിൽ വരും. അതുകൂടാതെ ചിലപ്പോൾ നമ്മുടെ അപ്പോയിന്റ്മെന്റ് 2 ദിവസം മുമ്പ് ഒരു റിമൈൻഡിങ് മെസ്സേജ് നമുക്ക് വരാറുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഓർക്കുകയും ചെയ്യും, നമ്മൾ അവിടെ പോവുകയും ചെയ്യും. അപ്പൊ നമുക്ക് അറ്റൻഡൻസ് അവിടെ കൂട്ടാനായിട്ട് സാധിക്കും. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. പോയിന്റ് ഇതാണ്, better the relation of contact with the patient, more consistent will be the patient's attendance. അല്ലെ, അതായത് നമ്മള് പേഷ്യൻസ് ആയിട്ട് അല്ലെങ്കിൽ പബ്ലിക് ആയിട്ടുള്ള റിലേഷൻ ബെറ്റർ ആണെങ്കിൽ, ദാറ്റ് മീൻസ് പബ്ലിക് റിലേഷൻ ബെറ്റർ ആണെങ്കിൽ എന്തായിരിക്കും, മോർ കൺസിസ്റ്റന്റ് വിൽ ബി ദ പേഷ്യന്റ് അറ്റൻഡൻസ്. അല്ലെ, പേഷ്യന്റിന്റെ അറ്റൻഡൻസിന്റെ കൺസിസ്റ്റൻസി കൂടുതലായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് തിരിച്ച് പറയാം, മോർ കൺസിസ്റ്റന്റ് ഇസ് ദ പേഷ്യന്റ് അറ്റൻഡൻസ്, ബെറ്റർ ഇസ് ദ പബ്ലിക് റിലേഷൻ. ക്ലിയർ ആയോ പറഞ്ഞത്? അടുത്തതാണ് ഡൊണേഷൻസ് കേട്ടോ. ഡൊണേഷൻസ് അറിയാലോ, സംഭാവനകളാണ് കേട്ടോ. ഡൊണേഷൻസിനെ പറ്റി എന്താ പറയുന്നത്? ഹോസ്പിറ്റൽസ് പ്രൈമറി മിഷൻ is to treat and rehabilitate the ill patients. അല്ലെ, ഹോസ്പിറ്റലിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണ്? പേഷ്യൻസ്, രോഗബാധിതരായിട്ടുള്ള ആളുകൾ ചികിത്സിക്കുക, അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യുക അല്ലെ, അവരെ പുനരധിവസിപ്പിക്കുക എന്നുള്ളതാണ് ഹോസ്പിറ്റലിന്റെ മിഷൻ എന്ന് പറയുന്നത്. സംടൈംസ് both the hospital and patient might fail to meet up with the charges needed for this. പലപ്പോഴും ഇത്തരം എന്താ പറയുക അവരുടെ ചികിത്സയ്ക്കും മറ്റുമായിട്ട് ചാർജസ് മീറ്റപ്പ് ചെയ്യാനായിട്ട് പക്ഷെ പേഷ്യൻസിന് സാധിക്കാറില്ല, ഹോസ്പിറ്റലിൽ സാധിച്ചു എന്ന് വരില്ല അല്ലെ. അപ്പൊ വലിയ ഗുരുതരമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വന്നിട്ടുള്ള ആളുകളാണെങ്കിൽ ചിലപ്പോൾ പേഷ്യൻസിന് സ്വന്തം കയ്യിൽ എടുക്കാൻ പൈസ ഉണ്ടാവില്ല, പോരാത്തതിന് ഹോസ്പിറ്റലിൽ ചിലപ്പോൾ അത് മീറ്റ് ചെയ്യാനായിട്ട് നിർവാഹം ഉണ്ടാവില്ല. കാര്യം ഒരുപാട് പേഷ്യൻസ് ഉണ്ട് അല്ലെ. ഏറ്റവും എന്താ പറയാ ബുദ്ധിമുട്ടുള്ള ആളുകളെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ, അവരെ ഒരുപോലെ ചിലപ്പോൾ സഹായിക്കാൻ പറ്റിയതൊന്നും വരില്ല. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ donation and charitable contribution from the public coming handy in such a vital situation. അപ്പൊ അത്തരം സന്ദർഭങ്ങളില് നമ്മൾക്ക് ഈ പറയുന്ന സംഭാവനകൾ, ജീവകാരുണ്യ പബ്ലിക്കിൽ നിന്നൊക്കെ ലഭിക്കുന്ന ജീവകാരുണ്യ സംഭാവനകളാണ് ആ സമയത്ത് നമുക്ക് ഏറ്റവും എന്താണ് ഉപകാരപ്പെടുന്നത് അല്ലെ. എന്ന് വെച്ചാൽ നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ ഡൊണേഷൻസ് ലഭിക്കുള്ളൂ അല്ലെ. കൂടുതൽ ഡൊണേഷൻസ് ലഭിക്കുന്നുണ്ട് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ആ ഹോസ്പിറ്റലിൽ നല്ലൊരു പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അടുത്തതാണ് ഇൻ പേഷ്യൻസ് ലിവിംഗ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് അഥവാ ലാമയൊക്കെ നമ്മൾ കുറെ ക്ലാസ്സുകളിൽ കണ്ടതാണ് അല്ലെ. ലിവിംഗ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്, അതായത് മെഡിക്കൽ അഡ്വൈസിന് വിപരീതമായിട്ട് ഹോസ്പിറ്റലിൽ വിട്ടുപോകുന്ന പേഷ്യൻസിന്റെ എണ്ണം, അതിലൂടെ നമുക്ക് പബ്ലിക് റിലേഷൻ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അവിടെ പറയുന്ന കാര്യം എന്താണ്? When an inpatient expresses the desire to leave against the advice of the physician, AMA procedure is explained and the patient or responsible party signs the AMA form. AMA എന്ന് വെച്ചാൽ against medical advice എന്നാണ് കേട്ടോ. ഇപ്പോ ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് അവര് ഡോക്ടറുടെ അഡ്വൈസിന് വിപരീതമായിട്ട് അവർ ആ ഹോസ്പിറ്റലിൽ വിടാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ഒരു വിടാൻ ആഗ്രഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഹോസ്പിറ്റൽ എന്ത് ചെയ്യണം? AMA procedure is explained. അതായത് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് AMA പ്രൊസീജിയർ എന്ത് ചെയ്യണം? അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. എന്നിട്ടോ ആൻഡ് ദ പേഷ്യന്റ് ഓർ റെസ്പോൺസിബിൾ പാർട്ടി സൈൻസ് ദ AMA ഫോം. ഒന്നെങ്കിൽ പേഷ്യന്റോ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ബന്ധപ്പെട്ട റിലേറ്റീവ്സോ അവരുടെ റെസ്പോൺസിബിൾ പേഴ്സൺ ആരാണോ അവർ എന്ത് ചെയ്യണം? AMA ഫോമിൽ സൈൻ ചെയ്യണം. ഓക്കെ, എന്നിട്ടോ ദ accepting the responsibility for their decision and it becomes a part of the medical record. അങ്ങനെ വിട്ടുപോകാനുള്ള അവരുടെ തീരുമാനം അവരുടെ തന്നെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറ്റുക. അതിനുശേഷം ആ ഒരു റെക്കോർഡ്, ആ ഒരു AMA ആ ഫോം, ഒരു സൈൻ ചെയ്ത AMA ഫോം എന്തിന്റെ ഭാഗമാക്കുക? മെഡിക്കൽ റെക്കോർഡിൽ സൂക്ഷിച്ചു വെക്കുക, ഒരു പ്രൂഫിന് വേണ്ടിയിട്ട്. അത് വേറൊന്നുമല്ല, മെഡിക്കൽ അഡ്വൈസിന് വിപരീതമായിട്ടാണ് പേഷ്യൻസ് വിട്ടുപോകുന്നത്. അപ്പൊ പിന്നീട് പേഷ്യൻസ് പോയി കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ആരോപണങ്ങൾ ആശുപത്രിയുടെ മേൽ വരാൻ പാടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റൽ എന്ത് ചെയ്യുന്നത്? ഡോക്ടറുടെ അഡ്വൈസിന് വിപരീതമായിട്ട് പേഷ്യൻസ് പോകുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് AMA ഫോം പറഞ്ഞ് AMA ഫോമിൽ അവരെ സൈൻ ചെയ്യിപ്പിക്കും. കാര്യം പിന്നീട് അവർക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ആശുപത്രിയുടെ ഭാഗത്ത് നിൽക്കായ കൈപ്പിഴവാണെന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൂഫിന് വേണ്ടിയിട്ട് AMA ഫോമിൽ സൈൻ വാങ്ങുകയും
അതെന്ത് ചെയ്യും, അവരുടെ തന്നെ വിട്ടുപോകാനുള്ള തീരുമാനം അവരുടെ തന്നെ റെസ്പോൺസിബിലിറ്റി ആക്കി മാറ്റുകയും എന്നിട്ട് ആ AMA ഫോം ഇവിടെ നമ്മൾ കെപ്റ്റ് ചെയ്തു മെഡിക്കൽ റെക്കോർഡിന്റെ ഭാഗമാക്കിയിട്ട് സൂക്ഷിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്താണ്? മോർ ലാമ പേഷ്യൻ വേഴ്സർ ഇസ് ദ ഹോസ്പിറ്റൽസ് പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ പേഷ്യൻസ് ഹോസ്പിറ്റലിൽ വിട്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ മോർ ലാമ പേഷ്യൻസ് അല്ലെ, ലിവിങ് എഗൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് പേഷ്യൻസിന്റെ എണ്ണം കൂടുതലാണെങ്കിൽ അതെന്താണ് സൂചിപ്പിക്കുന്നത്? വേഴ്സർ ഇസ് ദ ഹോസ്പിറ്റൽസ് പബ്ലിക് റിലേഷൻ, ഹോസ്പിറ്റലിന്റെ പബ്ലിക് റിലേഷൻ അവിടെ മോശമാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. പല കാരണങ്ങൾ കൊണ്ടാണ് എനിക്ക് പേഷ്യൻസ് വിട്ടുപോകുന്നത്. ചിലപ്പോൾ അവിടുത്തെ ചികിത്സയുടെ ചികിത്സയിൽ സംതൃപ്തരല്ലാത്തത് കൊണ്ടാവാം, ചിലപ്പോൾ അവിടുത്തെ എക്സ്പെൻസ് കൂടുതലായതുകൊണ്ടാവാം, പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഒരു പേഷ്യന്റ് അവിടുന്ന് വേണ്ടാന്ന് വെച്ച് പോകുന്നത് അല്ലെ. അപ്പൊ കൂടുതൽ ലാമ പേഷ്യൻസിന്റെ എണ്ണം കൂടുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ആ ഹോസ്പിറ്റലിലെ പബ്ലിക് റിലേഷൻ അവിടെ മോശമാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? ഓക്കെ ആണോ? മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, അപ്പോ നമ്മൾ പഠിച്ച പോയിന്റുകൾ എന്തൊക്കെയായിരുന്നു? എന്തൊക്കെ പോയിന്റുകളാണ് നമ്മൾ പഠിച്ചത്? ലെസ് ദ നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ്, ബെറ്റർ ഇസ് ദ പബ്ലിക് റിലേഷൻ, ഒന്നാമത് അല്ലെ. രണ്ടാമത് നമ്മൾ എന്താ പറഞ്ഞത്? മോർ വോളണ്ടിയറിസം ഇൻ എ ഹോസ്പിറ്റൽ, ബെറ്റർ ദ പബ്ലിക് റിലേഷൻ, രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത് നമ്മൾ എന്താ പറഞ്ഞത്? മിനിമം ടേൺ ഓവർ ഓഫ് ദ സ്റ്റാഫ് ഇൻഡിക്കേറ്റ്സ് ഗുഡ് പബ്ലിക് റിലേഷൻ അല്ലെ. പിന്നെ അടുത്ത പോയിന്റ് എന്തായിരുന്നു? better consistent the patient attendance indicates better the public relation. പിന്നെ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? മോർ ലാമ പേഷ്യൻസ് വേഴ്സർ ഇസ് ദ പബ്ലിക് റിലേഷൻ. അപ്പൊ ഇതിന് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം കേട്ടോ, മോർ ഓർ ലെസ് ഇതുള്ള രീതിയിൽ. നമുക്ക് തന്നെ ഒരു ജസ്റ്റ് നമ്മുടെ കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എഴുതാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അല്ലേ. ഓക്കെ, അടുത്തത് കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് എന്താന്ന് വെച്ചാൽ ലെറ്റേഴ്സ് ടു ദ എഡിറ്റർ ആണ് കേട്ടോ. ലെറ്റേഴ്സ് ടു ദ എഡിറ്റർ എന്താണ് പറയുന്നത്? letters to the editors in local newspapers. All newspapers have a page where the letters from the readers are published. അല്ലെ, നമുക്കറിയാലോ ഒരു നമ്മുടെ ന്യൂസ് പേപ്പറിനകത്ത് ഒരു പേജ് ഉണ്ട് അല്ലെ, എഡിറ്റോറിയൽ പേജ് ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ എഡിറ്റോറിയൽ പേജിനകത്ത് പബ്ലിക്കിന് അവരുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനുള്ള ഒരു പേജാണ് എഡിറ്റോറിയൽ പേജ്. അതാണ് അവരോട് പറയുന്ന എല്ലാ ന്യൂസ് പേപ്പറിനകത്തും ഈ പറയുന്ന വായനക്കാരിൽ നിന്നുള്ള ലെറ്റേഴ്സുകൾ പബ്ലിഷ് ചെയ്യാനായിട്ടുള്ള ഒരു പേജ് ഉണ്ടാവും. എഡിറ്റോറിയൽ പേജിലാണ് സാധാരണ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കാണാറുള്ളത് അല്ലെ, പബ്ലിക്കിന്റെ അഭിപ്രായങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പോ ഇവിടെ പറയുന്നത് if there is something in the news that you want to respond to or let the public know of some medical situation like a racing epidemic, you can write a letter to the editor and make it published. ഓക്കെ, എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കിപ്പം പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും എപ്പിഡമിക്സ് പോലെ, എപ്പിഡമിക്സ് എന്ന് വെച്ചാൽ പകർച്ചവ്യാധികൾ, ഇപ്പൊ കോവിഡ് ഒക്കെ വന്നിരുന്നത്, നിപ്പ പോലെയുള്ള അത്തരത്തിലുള്ള എന്തെങ്കിലും പകർച്ചവ്യാധികൾ, അങ്ങനെയുള്ള മെഡിക്കൽ സിറ്റുവേഷനെ പറ്റിയിട്ട് പ്രതികരിക്കാനോ അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് പൊതുജനങ്ങളെ അറിയിക്കാനോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്കതൊരു ലെറ്റർ ആയിട്ട് എഴുതി എഡിറ്റർക്ക് ലെറ്റർ എഴുതാം അല്ലെ. അപ്പൊ അതിന് പബ്ലിഷ് ചെയ്ത് വരും. അതും ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ, പൊതുജനങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മാർഗമാണ് അല്ലെ ഇങ്ങനെയുള്ള എഡിറ്റോറിയൽ പേജസും മറ്റുമൊക്കെ. അതിലൂടെ ആളുകൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ, ഇപ്പൊ എന്തെങ്കിലും ഹെൽത്തിനെ പറ്റി പറയുകയാണെങ്കിൽ എപ്പിഡമിക്സ് പോലുള്ള കാര്യങ്ങളൊക്കെ പൊതുജനങ്ങൾക്ക് അഭിപ്രായം തേടാനോ അല്ലെങ്കിൽ അവരെ അറിയിക്കാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് ലെറ്റർ എഴുതിയിട്ട് എഡിറ്റോറിയൽ പേജിനകത്ത് പബ്ലിഷ് ചെയ്യണം. എന്നിട്ട് വേറെ പോയിട്ടൊന്നുമില്ല കേട്ടോ, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ക്വാളിറ്റീസ് ഓഫ് എ പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ് കേട്ടോ. ഇനി ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ക്വാളിറ്റീസുകൾ എന്തൊക്കെയാണ്? എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് ഉണ്ടാകുന്നത്? PRO എന്ന് പറയും കേട്ടോ. നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കണ്ടിട്ടില്ലേ PRO ഓഫീസർ കണ്ടില്ലേ? PRO ആരാണ്? PROന്റെ ഫുൾ ഫോം എന്താണ്? പബ്ലിക് റിലേഷൻ ഓഫീസർ എന്നാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ക്വാളിറ്റീസുകൾ എന്തൊക്കെയാണ് നോക്കാം. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെക്കുക കേട്ടോ. ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ആംബിൾ കോമൺ സെൻസ് ആണ് അല്ലെ. ആംബിൾ കോമൺ സെൻസ്, അത്യാവശ്യം കോമൺ സെൻസ് ഉള്ള ഒരാളായിരിക്കും അല്ലെ, കോമൺ സെൻസ് ഉള്ള ഒരാളായിരിക്കണം. അതുപോലെ തന്നെ ഫസ്റ്റ് ക്ലാസ് ഓർഗനൈസിംഗ് കപ്പാസിറ്റി, കാര്യങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം അല്ലെ. കാര്യം എന്താണ്? പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ്. ഒരു ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് പബ്ലിക്കുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് ആരാണ്? ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ് അല്ലെ.
അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഹോസ്പിറ്റൽ മാനേജ്മെന്റിലെ പബ്ലിക്കിൽ നിന്ന് വരുന്ന അഭിപ്രായങ്ങൾ എല്ലാത്തിനെയും നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ടായിരിക്കണം? പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞ ഫസ്റ്റ് ക്ലാസ് ഓർഗനൈസിംഗ് കപ്പാസിറ്റി ഉണ്ടായിരിക്കും. എല്ലാവരെയും നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക സ്കില്ലാണ് അല്ലെ. ഓക്കെ, അങ്ങനെയുള്ളൊരു ഓർഗനൈസിംഗ് കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. പിന്നെന്താണ്? ഗുഡ് ജഡ്ജ്മെന്റ് ആൻഡ് ഒബ്ജക്ടിവിറ്റി. ഗുഡ് ജഡ്ജ്മെന്റ് ആൻഡ് ഒബ്ജക്ടിവിറ്റി. അപ്പൊ അതുപോലെ തന്നെ നല്ലൊരു ജഡ്ജ്മെന്റ് കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ ഒബ്ജക്ടിവിറ്റി, വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങളെ നോക്കി കാണാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം അല്ലെ. ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് നമുക്കിപ്പോ ഒരു ഹോസ്പിറ്റലിനും പബ്ലിക്കിനും ഇടയിൽ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് പബ്ലിക് റിലേഷൻ ഓഫീസർ. ആർക്കും ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടോ ഒരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള രീതിയിൽ ജഡ്ജ്മെന്റ് നടത്താനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാകും. ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്നാണെങ്കിലും പബ്ലിക്കിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു പ്രശ്നങ്ങൾ വന്നാൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് എപ്പോഴും നടത്താൻ സാധിക്കണം. അതുപോലെ ഒബ്ജക്ടിവിറ്റി, വസ്തുനിഷ്ഠത, കാര്യങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് കണ്ട് അതിനെ പരിഹരിക്കാനുള്ള ഒരു മനോഭാവം ഉള്ള വ്യക്തിയായിരിക്കണം. ഓക്കെ, ഇന്ന് ഇത്രയും മതി കേട്ടോ. ബാക്കിയുള്ള പോയിന്റ്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? എല്ലാവർക്കും ക്ലാസ് ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഇത്രയും ഭാഗങ്ങളൊക്കെ നല്ലപോലെ വായിച്ച് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.